ഹലോ നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അവളിടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ്ബീ ജാർ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുത്ത് വെക്കണം. അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 8 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടെ ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കോൺഫ്ലോർ ചേർക്കുമ്പോൾ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇതേപോലെ വിസ്ക് വെച്ചൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അരിച്ചിട്ടെടുക്കാം. 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. കേക്ക് നല്ല പൊങ്ങി വരാനാണ് നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ആയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് 2 പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലും ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുത്താൽ മതി. ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് പൊടിച്ച പഞ്ചസാര അല്ല, ഗ്രാനുവലായിട്ടുള്ള പഞ്ചസാരയാണ്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അതേപോലെ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഒരു ക്രീമി പരുവായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ബീറ്റർ മാറ്റി വെച്ചിട്ട് വിസ്ക് വെച്ചാണ് മിക്സ് ചെയ്തിട്ടെടുക്കുന്നത്. മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ നമ്മളിത് മുട്ട ബീറ്റ് ചെയ്തത് താഴ്ന്നു പോവും. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മളെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഈ വിസ്ക് വെച്ച് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. സാവധാനം ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നല്ലപോലെ കുത്തി ഇളക്കി കൊടുത്താൽ കേക്ക് താഴ്ന്നു പോവും, പൊങ്ങി വരില്ല. കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ ഇത് കൂടാതെ കുറേ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ അതൊന്ന് പോയിന്ന് കാണണേ. എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലോറും ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്യാതെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലായിടത്തേക്കും ആയിക്കോളും. ഇനി ഞാനിതൊരു 3 പാത്രത്തിൽ ഒരേപോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ അളവ് എടുത്തിട്ട് അങ്ങനെ ഓരോ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഞാൻ മുകളിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കത് കേക്ക് ആയി കഴിഞ്ഞ ഉടനെ തന്നെ അത് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചുറ്റിനും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി ഈ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിലും വെക്കാം. ഞാൻ 3 കേക്ക് ചെയ്യേണ്ടത് കൊണ്ട് ആദ്യത്തെ കേക്ക് ഞാൻ ഓവനിലാണ് ചെയ്യുന്നത്. ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 7 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അതിനുള്ളിൽ തന്നെ ഇത് റെഡി ആയിക്കോളും. പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇനി ആ നേരം കൊണ്ട് നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ട പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ ചേർക്കാൻ നല്ലത്. അപ്പോൾ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഡാർക്ക് കളർ കിട്ടിയില്ല. അപ്പോൾ കളർ കുറച്ച് കുറവാണ് എനിക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെത്. അപ്പോൾ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കേക്ക് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത്. ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അത് ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇത് ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് കേക്ക് ആകുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു 7 മുതൽ 8 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ചൂടോട് കൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് ബട്ടർ പേപ്പർ വെച്ച് ഇതേപോലെ ഒന്ന് പൊക്കിയെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പാത്രത്തിലൊന്നും അങ്ങനെയൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പിന്നെ ഈ പാനിൽ തന്നെ അടുത്ത റെഡ് വെൽവെറ്റ് കേക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ സ്പോഞ്ച് കേക്ക് നമുക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിനകത്തേക്ക് ഞാൻ ഒരു 6-7 ഡ്രോപ്പ് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ സ്പ്ലാഷിൻ്റെ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കളറൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം പുറത്തിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് കേക്ക് ഒന്നുകൂടി കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും ചേർത്തൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന 7 ഇഞ്ചിൻ്റെ പാനിനകത്തേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇതിന് ഞാൻ അടിയിൽ മാത്രമേ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളൂ. കാരണം ഇനിയിപ്പോൾ നമുക്ക് പുറത്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ലാസ്റ്റിലെ കേക്കാണല്ലോ. അപ്പോൾ ഇത് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഇനി ഇത് ഞാൻ ഓവനിലാണ് വെക്കുന്നത്. സ്റ്റൗ ടോപ്പിൽ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഉണ്ട്. ഇനി ഇത് നമുക്ക് ഓവനിനകത്തേക്ക് വെക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ ഇതേപോലെ പാനില്ല എന്നുണ്ടെങ്കിൽ വേറെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ജാറ് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ ജാറിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ അടപ്പ് വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അളവിനനുസരിച്ചുള്ള ഞാനൊരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ അളവിൽ വെച്ചിട്ട് നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. കേക്ക് എല്ലാം ചൂടാറിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം സെറ്റാക്കി എടുക്കണം. സ്പോഞ്ച് കേക്ക് ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ചോക്ലേറ്റ് കേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നു, ബേക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്ന സമയത്ത് കാണിച്ചു തരാൻ മറന്നു. ഇതാ നമ്മൾ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷേ കുറച്ചൊരു കുറവുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, കളറിന് കുറച്ച് കുറവുണ്ട് എന്നുള്ളൂ. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിത് ആദ്യം സ്പോഞ്ച് കേക്ക് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് അമർത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചെടുത്താൽ മതി, നമുക്കിത് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഞാൻ എല്ലാതും കട്ട് ചെയ്തിട്ടെടുക്കട്ടെ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു ഇതേപോലത്തെ ജാറും കൂടെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൈസിൽ ഞാൻ കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത ബാക്കി കഷ്ണങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് കളയൊന്നും വേണ്ട. ഇതുപോലെ തന്നെ നമുക്ക് 2 ജാറിൽ ചെറിയ ജാറിൽ വെക്കാനുള്ള പീസുകളുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്ക് ജാറിൽ വെക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം സെറ്റാക്കി റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. ഞാൻ ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. സ്റ്റാർ നോസിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ നോസിൽ ഇല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല, ഇല്ലാത്തതിന് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഷുഗറും പിന്നെ വെള്ളവും പിന്നെ ഒരു സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ടാണ്, മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് സാധാ ഷുഗർ സിറപ്പ് തന്നെ ഉണ്ടാക്കിയാൽ മതി, എന്നാലും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത്. അത് കേക്കിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമുക്ക് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഫസ്റ്റ് ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചോക്ലേറ്റ് കേക്ക് വെക്കേണ്ട. ഞാൻ ചെറിയ ജാറ് ചെയ്തപ്പോൾ കറക്റ്റ് തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെൻറ്ററിൽ റെഡ് വെൽവെറ്റ് കേക്ക് വരുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യത്തെ ലെയർ വെച്ചു. പിന്നെ കുറച്ച് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിനകത്തേക്ക് ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ട്രോബെറി ക്രഷും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ചേർത്തത്. അത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതിൻ്റെ ഇടയിൽ കഴിക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ സ്പോഞ്ച് കേക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇതേപോലെ ഒന്ന് വെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പിന് പകരം നമ്മൾ ട്രസ്ലെച്ചസ് കേക്ക് ഉണ്ടാക്കി അതിൻ്റെ മിൽക്കിൻ്റെ മിക്സില്ലേ അത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ വിപ്പിംഗ് ക്രീമും വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ തുടർന്നും ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സ്ട്രോബെറി ക്രഷ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് അതിൻ്റെ മുകളിലാണ് റെഡ് വെൽവെറ്റ് വെച്ച് കൊടുത്തത്. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തതാണ്. പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസും വെച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്കോ ചിപ്സും ബ്ലാക്ക് ചോക്കോ ചിപ്സും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് സ്ട്രോബെറി കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3 ജാറും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയ ജാറിൽ വെച്ചിരിക്കുന്നതാണ് ഒന്നുകൂടെ കാണാൻ ഭംഗി ഉണ്ടാവണം. കാരണം സെൻറ്ററിൽ റെഡ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം വെച്ചപ്പോൾ അത് മാറിയിട്ട് പോയി. നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ജാറിൽ വെച്ച പോലെ സെൻറ്ററിൽ റെഡ് വെൽവെറ്റും താഴെ ഇനിയിപ്പോൾ വൈറ്റോ ബ്ലാക്കോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ജാർ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.